ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ ഇപ്പോൾ വലിയ യുദ്ധം ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രാജ്യം വേറെ രാജ്യത്തെ ആക്രമിക്കുമ്പോഴും ഒക്കെ ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ഇന്നത്തെ ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു യുദ്ധം മാതിരി ആ രീതിയിലേക്ക് അതപ്പതിച്ചു പോയിട്ടുണ്ട്. അല്ലാതെ ആരോഗ്യകരമായ ഒരു മത്സരമൊന്നും അല്ല എങ്ങും നടക്കുന്നത്. ഓരോരുത്തരുടെ കാല് വാരുക, അതേപോലെ തന്നെ ഓരോരുത്തരെ വിലക്കെടുക്കുക. ഇപ്പോൾ ഈ രീതിയിലൊക്കെ വളരെ മോശമായ രീതിയിൽ അധാർമികമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇലക്ഷനിൽ കടന്നുകൂടുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള അഴിമതി. അപ്പോൾ അത് അഴിമതി ഇല്ലാതാക്കാൻ ചെയ്തതാണെന്നാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ 2019 ഇലക്ഷന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ട് BJP മാത്രം കളക്ട് ചെയ്തേക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകളെന്ന് പറയുന്നത് അവർ എൻകാഷ് ചെയ്തേക്കുന്നത് 3050 കോടി രൂപയുടെയാണ്. ഈ 3050 കോടി രൂപ എന്തിനവർ കളക്ട് ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്കൊരു ബാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇലക്ഷന് ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവാക്കാവുന്ന പണം എന്ന് പറയുന്നത് 95 ലക്ഷം രൂപയാണ്. ഈ 540 മണ്ഡലങ്ങളിലും ഒരിക്കലും BJP മത്സരിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ അലയൻസിനൊക്കെ ബാക്കിയൊക്കെ കുറച്ചൊക്കെ വീതിച്ച് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം വന്നു കഴിഞ്ഞാൽ ഒരു 500-ൽ താഴെ ഒരു 450 മണ്ഡലങ്ങളിലോ 500 മണ്ഡലങ്ങളിലോ എങ്ങാനും അതിൽ കൂടുതൽ മത്സരിക്കത്തില്ല. ഇവിടെ 1 കോടി രൂപ ആണെന്നിരിക്കട്ടെ, എന്നാലും 500 കോടി രൂപ മതി. ഈ 3050 കോടി രൂപ ഇവരെന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. കാരണം ജനങ്ങളുടെ പണമാണിത്. ഇത് CSR ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ കമ്പനികളും കോർപ്പറേറ്റ്സും ഒക്കെ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ജനനന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഇത് ജനനന്മയ്ക്ക് വേണ്ടിയാണോ BJP കളക്ട് ചെയ്തേക്കുന്നത്? ഇത് വേറെ ഓരോരുത്തരെയും കാല് വാരാനും ഓരോരുത്തരെയും അടത്തിയെടുക്കാനും ഓരോരുത്തരും കൈക്കൂലി കൊടുത്ത് ഒരു ജയിച്ചേക്കുന്ന MLAക്ക് 100 കോടി രൂപ കൊടുത്ത് അല്ലെ 50 കോടി രൂപ കൊടുത്ത് അവനെ വിലയ്ക്ക് വാങ്ങാനും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ഒരു മുന്നണിയിൽ നിന്ന് അടർത്തിയെടുക്കാനും ഒക്കെ ഉള്ള അധാർമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തേക്കുന്നതാണ് ഈ പണം. അതല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലേക്ക് ഓരോരുത്തർ അമുക്കി വെച്ചേക്കാണ്. അതും വേണ്ടി വരും. കാരണം ഇതങ്ങോട്ട് കൊടുത്തയക്കുമ്പോൾ വഴിയിൽ നിന്നൊക്കെ പിടിച്ചോറിച്ചുകൊണ്ട് പോകാൻ അതിൽ തന്നെ ആളുകളുണ്ട്. അതിന് പിന്നെ അന്വേഷണം ഒന്നും കാണത്തില്ല. നമുക്കാണ്ട് ഇവിടെ തന്നെ കോടാലി ഭാഗത്ത് ഇവിടെ ഉണ്ടായത് നമുക്കറിയാമല്ലോ. ഇത് പണം പിടിച്ചോറിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞേ എല്ലാം 5-6 കോടി രൂപയാണ്. ഈ കോടികൾക്കൊന്നും ഇപ്പോൾ വലിയ വിലയൊന്നുമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇഷ്ടംമാതിരി ഉണ്ട്, പറയാനെങ്കിലും ഉണ്ട്. നമ്മളൊക്കെ 1 കോടി രൂപ കണ്ടിട്ടില്ല ഒന്നിച്ച്. ഇവർക്ക് ഈ കോടികൾ, ആയിരക്കണക്കിന് കോടികളെന്ന് പറയുന്നതിന് യാതൊരു വിലയില്ല. ഈ 3050 കോടി രൂപ എന്തിന് കളക്ട് ചെയ്തു എന്നൊന്ന് പറയട്ടെ. ഇത് അഴിമതി ഇല്ലാതാക്കാനാണോ? അഴിമതിക്ക് വേണ്ടി മാത്രം കളക്ട് ചെയ്തേക്കുന്നതല്ല ഈ പണം. ഇതേപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കളക്ട് ചെയ്യാത്തത് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. പക്ഷേ അത് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ അല്ലാതെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. വാങ്ങിയിട്ടുണ്ട് പണം. ഇത് ഓരോ ചില കോർപ്പറേറ്റ്സ് കൊടുത്തേക്കുന്ന പണം എങ്ങനെയാണെന്നറിയാം. അത് അവർക്ക് ലാഭമൊന്നുമില്ല. ഒരു ലാഭവും ഇല്ലാത്ത കോർപ്പറേറ്റ്സ്. ലാഭത്തിൻ്റെ ഒരു 7% ഈ കൊടുക്കാവുന്നത്. ലാഭമൊന്നുമില്ല. പക്ഷേ അവർ 100 കണക്കിന് കോടികളാണ് ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്തേക്കുന്നത്. എന്തിന്? അത് കടലാസ് കമ്പനികളാണെന്നുള്ളത് ഉറപ്പല്ലേ? അതല്ലേ ഏറ്റവും വലിയ അഴിമതി? അതല്ലേ മണി ലോണ്ടറിങ്ങിനകത്ത് വരുന്ന ഏറ്റവും വലിയ അഴിമതി? അതല്ലേ ED അന്വേഷിക്കേണ്ടതല്ലേ അത്? അപ്പോൾ അതിന് ED അന്വേഷണമൊന്നുമില്ല. ബാക്കി ആരെങ്കിലും ഒരു എന്തെങ്കിലും എടുത്തെങ്കിലോ ഇപ്പോൾ കരുവന്നൂരോ ഇതൊക്കെ ആ EDയുടെ അന്വേഷണം വരും. അല്ലാതെ വേറെ ഒന്നും ഇല്ല. EDയുടെ അന്വേഷണമില്ല. ഇതിനകത്തൊന്നും ED അന്വേഷണം വരത്തില്ല. ഏറ്റവും വലിയ മണി ലോണ്ടറിങ് അല്ലേ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എത്രയോ കമ്പനികൾ ഉണ്ട്, അവരുടെ പേരിൽ ED നടപടി എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ കേന്ദ്ര ഏജൻസി മുതലായ CBI ഒക്കെ വരിക. ഈ നടപടികളൊക്കെ എടുക്കുമ്പോൾ അതങ്ങോട്ട് എടുക്കും. കാര്യം എന്താണെന്നറിയുമോ? അവരെ വിലങ്ങിടാൻ പറ്റിയിട്ടില്ല. അവർ കൊടുക്കുകയല്ല പൈസ. ആ രീതിയിലുള്ള കമ്പനികളുണ്ട്. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ ചെയ്യുന്ന പണിയാണ് അവിടെ നേരെ ED അങ്ങോട്ട് പറഞ്ഞയക്കും, അല്ലെങ്കിൽ CBI അങ്ങോട്ട് പറഞ്ഞയക്കും. അപ്പോൾ അവരവിടെ ചെന്ന് നടപടികളൊക്കെ പതുക്കെ തുടങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇവർ ഭയന്ന് ഇതുപോലെ കോടികളാണ് ഇലക്ട്രൽ ബോണ്ട് വഴി അങ്ങോട്ട് കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നടപടിയില്ല. ഇതല്ലേ അഴിമതി? ഇതല്ലേ പ്രധാനമന്ത്രി പറയേണ്ടത് ആദ്യം? ബാക്കി അഴിമതിയൊക്കെ പറയട്ടെ. ഇവിടെ പിണറായി വിജയൻ്റെയും വീണ വിജയൻ്റെയൊക്കെ അഴിമതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം പറയേണ്ട അഴിമതി എന്ന് പറഞ്ഞാൽ ഈ അഴിമതിയല്ലേ? അതാണ് അദ്ദേഹം. അതാദ്യം പറയട്ടെ, എന്നിട്ട് ബാക്കി പറയട്ടെ.
ഇപ്പോൾ ഇത് എന്നിട്ട് ചില കമ്പനികൾ എന്താ നടപടി അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് എടുത്തു, സെർച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവരുടെ അങ്ങോട്ട് FIR ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ അവരുടെ പേർക്ക് അവരും ഇതുപോലെ ഇലക്ട്രിക് ബോണ്ട് വാങ്ങി അങ്ങ് കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ ഭീഷണി വിലപ്പെട്ടു. കാരണം പണം പിരിക്കുന്ന പരിപാടിയാണ് ഇത്. ഈ കഴുത്തെ കത്തി വെച്ച് ഈ ആളുകളുടെ ഇന്ന് പണം പിടിച്ചു പറിക്കുന്ന ലോക്കൽ കള്ളന്മാരും കൊള്ളക്കാരില്ലേ, അതിനേക്കാൾ എത്രയോ അതപ്പതിച്ചതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇതേപോലെ ഒരു തന്നെ ഭീഷണിപ്പെടുത്തി അവൻ്റെ ഇന്ന് പണം വാങ്ങുക. കമ്പനി എന്ന് പറയുന്ന ഒരു ലീഗൽ പേഴ്സണാണ്, അതായത് ഒരു വ്യക്തിക്ക് തുല്യമാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ കഴുത്തെ കത്തി വെച്ച് നിന്നെ ഏതാണ്ട് ഇതുപോലെ ശരിയാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പണം തരണം എന്ന് പറഞ്ഞ് അവൻ്റെ ഇന്ന് പണം പിടുങ്ങുക എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ കൊള്ളക്കാർ ചെയ്യുന്ന കാര്യമാണ്. ചമ്പലിലൊക്കെ എത്രയോ ഭേദമായിരുന്നു. അത് അങ്ങനെയുള്ള ആളുകളാണ്. അവർ ചെന്ന് കൊല്ലെങ്കിൽ വെടിവെച്ചുള്ളൂ എന്ന് പറയും, കാശ് ചോദിക്കും. അത് തന്നെ ഇവിടെ നടക്കുന്നത്. കൊള്ളയല്ലേ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ള. എന്നിട്ട് അത് അഴിമതി ഇല്ലാതാക്കാൻ, കള്ളപ്പണം ഇല്ലാതാക്കാൻ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവർക്ക് അവരെ വിശ്വാസമില്ല. ഇലക്ട്രിക് ബോണ്ട് വഴി വാങ്ങിച്ചില്ലെങ്കിൽ അവർ കള്ളപ്പണം ഉണ്ടാക്കും. ഇതാണല്ലോ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് പാവങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ കേട്ടോ. അത് അല്ല, വലിയ വലിയ ആൾക്ക് വേറെ വിധത്തിൽ ഒരുപാട് വ്യാഖ്യാനിക്കാൻ അറിയാമായിരിക്കും. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. എന്നിട്ട് ഇത് മൂടി വെക്കാൻ എന്തുമാത്രം ശ്രമം നടത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ 400 സീറ്റ് തികയും. 400 സീറ്റ് തികച്ചാൽ മതി. ഇവിടെ ജനങ്ങൾക്കെല്ലാം പിന്നെ എല്ലാവർക്കും രാവിലെ തേനും പാലും ഒക്കെയാണ് കൊടുക്കുന്നത്. 400 സീറ്റ് അവർക്ക് കിട്ടിയാൽ മതി, എല്ലാം റെഡിയാണ്. ഈ 400 സീറ്റ് കിട്ടുന്നവരാണെങ്കിൽ എന്തിന് കേജ്രിവാളിനെ പിടിച്ചകത്തിടണം? എന്തിന് ശ്രീ പിണറായി വിജയൻ്റെ നേരെ അന്വേഷണം നീളണം? അതേപോലെ ബാക്കി ഹേമന്ത് സോറനെ എന്തിന് പിടിച്ചകത്തിടണം? സിസോദിയെ എന്തിനകത്തിടണം? അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. ഇവർ ഇത്രയും കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 400 സീറ്റ് കിട്ടുമെങ്കിൽ പിന്നെ ഈ പറയുന്ന ആളുകളെയൊക്കെ എന്തിനാ ഇതുപോലെ തന്നെ ഈ ED ഒക്കെ വിട്ട് ഭീഷണിപ്പെടുത്തി അവരെ പിടിച്ച് ജയിലിൽ ഇട്ട് അവരെ ഈ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത്? എന്തിന് കോൺഗ്രസിൻ്റെ ഫണ്ട് മുഴുവൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് എടുക്കണം? ഇവർക്ക് ഒരു ഭയമില്ലല്ലോ. ഇവർക്ക് 400 സീറ്റ് കിട്ടും, ജനങ്ങളുടെ എല്ലാ ജനസമ്മതി ഉണ്ടെന്ന് ഇത്ര ഉറപ്പുണ്ടെങ്കിൽ എന്തിന് ഈ പണികളൊക്കെ ചെയ്യണമെന്നുള്ളത് പൊതുജനങ്ങൾ ചിന്തിക്കത്തില്ലേ? പൊതുജനങ്ങൾ കഴുതകളാണെന്നുള്ളത് വേറെ കാര്യം, പക്ഷേ അവർ ചിന്തിക്കും ഇപ്പോൾ. കാരണം എത്ര വലിയ കഴുതയായാലും ശരി ഒന്ന് ആലോചിക്കും, എടാ ഇതെന്തിനെ ഇങ്ങനെ, ഇവർക്ക് ഇതെല്ലാം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനെ ഇത്രയും പിടിച്ചു തണ്ട ഇവരെയല്ല? അഴിമതി ഇല്ലാതാക്കാനാണോ? അഴിമതി ഇല്ലാതാക്കാനാണെങ്കിൽ ആദ്യം BJPയുടെ തലപ്പത്തുള്ള മുഴുവൻ ആളുകളെ അങ്ങോട്ട് പിടിക്കട്ടെ. ഇലക്ട്രൽ ബോണ്ടിൻ്റെ അഴിമതിയിൽ അവരെയും ഇതുപോലെ പിടിച്ചകത്തിട്ടുണ്ടേ ED കൊണ്ട്. കാരണം മണി ലോണ്ടറിങ് ഏറ്റവും കൂടുതൽ നടന്നേക്കുന്നത് അങ്ങനല്ലേ? ഈ കമ്പനികളല്ലേ നടത്തിയേക്കുന്നത്. അതിന് കൂട്ടുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലേ? അത് ഏത് പ്രസ്ഥാനമായാലും ശരി അവരെയൊക്കെ പിടിച്ചകത്തിടണം. അപ്പം ഞങ്ങൾ 37% വാങ്ങിയുള്ളൂ, 63% ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാണെന്ന് പറയും. ഒരൊറ്റ പാർട്ടി 37% വാങ്ങിയെന്നായി പറയുന്നത് കേട്ടോ. അപ്പോൾ എത്ര ആയിരം കോടി രൂപയെ അവർ വാങ്ങിയെടുത്തേക്കെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കണക്ക് ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെത് മാത്രമാണ്. അപ്പോൾ ആ ഇലക്ഷന് വേണ്ടിയാണല്ലോ ഇത് വാങ്ങുന്നെന്ന് പറയുന്നത്, ഇലക്ട്രൽ ബോണ്ട്. ഈ ബോണ്ട് വഴി വാങ്ങിയ പണം ഇവർ എന്ത് ചെയ്തു, ഇത് ആർക്ക് കൊടുത്തെന്ന് ഇവർ പറയാനൊരു ബാധ്യതയില്ലേ ഇവർക്ക്? 500 കോടി രൂപ അങ്ങ് പോട്ടെ, നമുക്ക് ഇലക്ഷന് വേണ്ടി അന്ന് എടുക്കാം. ഈ ബാക്കി 3050 കോടിയിൽ 2500 ഇഷ്ടം കോടി എവിടെ പോയി എന്നൊന്ന് പറയട്ടെ അവർ. ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. അതല്ലേ ED ആദ്യം അന്വേഷിക്കേണ്ടത്. ഇതേപോലെ എത്രയോ ഫ്യൂച്ചർ ഗെയിം ഒരുപാട് അതുപോലെ തന്നെ ഒരു മേഘ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർക്ക് അവർ ഇലക്ട്രൽ ബോണ്ട് അങ്ങോട്ട് കൊടുക്കും. ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു 10 ഇരട്ടി വിലയുള്ള ഒരു രീതിയിൽ ഉള്ള 10 ഇരട്ടി ഒന്നുമല്ല, അതിൻ്റെ ഒരു 50 ഇരട്ടി കിട്ടത്തക്കവണ്ണമുള്ള ഒരു വർക്കം കൊടുക്കും ഹൈവേയുടെ. അപ്പോൾ അതിൽ നിന്ന് എന്തുമാത്രം കോടികൾ അവരടിച്ചു മാറ്റും, എന്നിട്ട് വേണമല്ലേ ഇവർക്ക് കൊടുക്കാൻ. അപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടേ, ഇതല്ലേ അഴിമതി? ഇങ്ങനെ ഗവൺമെൻറ് സഹായം കൊടുക്കുന്ന ഈ കമ്പനികൾ അവർ സഹായത്തിന് പ്രത്യുപകാരമായിട്ടുള്ള രീതിയിലല്ലേ ഈ പണം വാങ്ങുന്നത്. അത് വാങ്ങുമ്പോൾ ആളുകൾ ചിന്തിക്കും, നമ്മുടെ പണം എന്തിനിങ്ങനെ പോകുന്നു, ഈ കമ്പനികളെല്ലാം ഇങ്ങനെ കൊണ്ട് കൊടുക്കുകയാണ് പണം കേട്ടോ. ഇതിന് രസം എന്താ, ഇതിന് ഇൻകം ടാക്സ് ഇല്ല. അപ്പോൾ ഈ 3050 കോടി രൂപ യഥാർത്ഥത്തിൽ അത് അവർ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തില്ലെന്നിരിക്കട്ടെ. അങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ
എത്ര രൂപ ഗവൺമെൻറ്റിന്, അതായത് പൊതുജനങ്ങൾക്ക് കിട്ടുമായിരുന്നെന്ന് ചിന്തിക്കണ്ടേ? അതിൻ്റെ 30% ടാക്സ് കിട്ടത്തില്ലേ? അതാ കാര്യം. അതായത് 1000 പരം കോടി രൂപ ഇൻകം ടാക്സ് ഇനത്തിൽ കിട്ടും. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അത് എല്ലാം എടുത്തുകൊണ്ട് പോകും, അത് വേറെ കാര്യം. അതും വാരി തിന്നും, എന്നാലും സാരമില്ല, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമല്ലോ ജനങ്ങൾക്ക്, ജനനന്മയ്ക്ക്. അപ്പോൾ അതില്ലാതാക്കിയാണ് ഈ പണി ചെയ്യുന്നത്. ഇതാ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ജനങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കും. ഇവരിങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള അഴിമതികളെല്ലാം കാണിക്കുന്നു.